നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ 4-ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൻ്റെ തത്വങ്ങൾ ഭഗവാൻ കൂടുതലായി വിശദീകരിക്കുകയാണ്. അതിനു പുറമെ തൻ്റെ അവതാര തത്വം, ചാതുർവർണ്ണ്യം, കർമാകർമ്മങ്ങളുടെ രഹസ്യം, യജ്ഞങ്ങളുടെ പ്രയോജനങ്ങൾ മുതലായവയെല്ലാം തന്നെ അത്യന്തം സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഇവിടെ ശ്രീ വേദവ്യാസൻ. ഈ അധ്യായത്തിൻ്റെ പേര് ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്നാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, 1-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭഗവാൻ ഉവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാകവേ അബ്രവീത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അവ്യയം ഇമം യോഗം അഹം വിവസ്വദേ പ്രോക്തവാൻ വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാകവേ അബ്രവീത്. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നാശരഹിതമായ ഈ കർമ്മയോഗത്തെ ഞാൻ പണ്ട് വിവസ്വാനി സൂര്യനി ഉപദേശിക്കുകയുണ്ടായി. സൂര്യനാകട്ടെ തൻ്റെ പുത്രനായ മനുവിനും മനുവാകട്ടെ തൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിനും ഇതേ കർമ്മയോഗം ഉപദേശിച്ചു കൊടുത്തു എന്ന് സാരം. നമസ്തേ.